ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ശലോമിൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്നേഹവന്ദനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മനസ്സ് വേദനിച്ചു. ദൈവം പരിതപിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ. താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരിക്കുന്നുവെന്ന് കണ്ട് അതിലാനന്ദിച്ച ദൈവം ഇതാ കുറച്ചു കഴിയുമ്പോൾ സങ്കടപ്പെടുകയാണ്. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ. കാരണം ഇതാണ്, മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും പിന്നെ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ദുഷിച്ചത് മാത്രമായിരിക്കുന്നു എന്ന് ദൈവം കാണുന്നു. അവിടുന്ന് സങ്കടപ്പെടുന്നു, വേദനിക്കുന്നു. ദൈവത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെയും വേദനയുടെയും ഇടയിൽ ഒരാശ്വാസമായി ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. നോഹ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതം കർത്താവിന് സന്തോഷിക്കാനുള്ള ഒരു വകയായിരുന്നു. നോഹയുടെ ജീവിതം കർത്താവിന് പ്രീതികരമായിരുന്നു. വചനം പറയുന്നു, കർത്താവിന് പ്രീതികരമായത് എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അപ്രകാരം വിവേചിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നോഹ എപ്രകാരമാണ് കർത്താവിന് പ്രീതികരമായി തീർന്നത് എന്നാണ്. നോഹയുടെ ജീവിതത്തിൽ നോഹ ചെയ്ത 5 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ, ധ്യാനിക്കാൻ പോകുന്നത്. നോഹ ഒന്നാമതായി ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിച്ചു എന്നതാണ്. എല്ലാ മനുഷ്യരും എല്ലാവരും ദുഷിച്ചു പോയൊരു കാലഘട്ടത്തിൽ, ആരും ദൈവത്തെ സ്നേഹിക്കാനില്ലാതിരുന്നൊരു കാലത്ത്, ആരും കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ നോഹ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചു. അവൻ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഗോഡ് സ്മൈൽസ് വെൻ വി ലവ് ഹിം സുപ്രീംലി. എല്ലാറ്റിലും ഉപരിയായി, മറ്റുള്ള വ്യക്തികളെക്കാൾ ഉപരിയായി, വസ്തുക്കളെക്കാൾ ഉപരിയായി, തന്നെ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിന് പ്രീതിജനകമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ ഈശോ തന്നെ പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക, പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിക്കുക. അതായത് നിൻ്റെ വൈകാരികമായ എല്ലാ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണമായ ആത്മാവോടുകൂടെ നിൻ്റെ എല്ലാ സ്പിരിച്വൽ പവറും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുക.
പൂർണ്ണമായ മനസ്സോടുകൂടെ നിൻ്റെ എല്ലാ മെൻ്റൽ കപ്പാസിറ്റിയും നിൻ്റെ എല്ലാ ഇൻ്റലിജൻസും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണമായ ശക്തിയോടെ നിനക്ക് ഈ ഭൂമിയിലുള്ള സമ്പത്താകാം, ശാരീരിക ക്ഷമതയാകാം, ജോലിയാകാം, ബന്ധുബലമാകാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബലവും നീ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി, അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമാകും. ഗോഡ് സ്മൈൽസ് വെൻ യു ലവ് ഹിം സുപ്രീംലി. എല്ലാറ്റിലും ഉപരിയായി ആരും ദൈവത്തെ സ്നേഹിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിലും, ആരും പ്രാർത്ഥിക്കാൻ തയ്യാറില്ലാത്ത ഒരു സമയത്തും, ആരും കർത്താവിനെ മൈൻഡാക്കാത്ത ഒരു സാഹചര്യത്തിലും കുഞ്ഞെ, നീ കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ നിന്റെ ജീവിതം അവിടത്തേക്ക് പ്രീതികരമായി മാറും. അതാണ് ഒന്ന്. രണ്ടാമതായി നോഹ ചെയ്തൊരു കാര്യം ഇതാണ്: പൂർണ്ണമായും ദൈവത്തെ വിശ്വസിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, മഴ പെയ്യാൻ പോകുന്നു, പ്രളയമുണ്ടാകാൻ പോകുന്നു, എല്ലാ ജീവജാലങ്ങളും മുങ്ങി മരിക്കാൻ പോകുന്നു, മനുഷ്യകുലം മുഴുവൻ മുങ്ങി മരിക്കാൻ പോകുന്നു. കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. മലമുകളിൽ താമസിക്കുന്ന നോഹ, മഴ അതുവരെ കണ്ടിട്ടില്ലാത്ത നോഹ, നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം അതുവരെ മഴ പെയ്തിട്ടില്ല. ഭൂമിയെ ദൈവം നനച്ചിരുന്നത് നദി ഒഴുക്കിക്കൊണ്ടാണ്. അപ്പോൾ അതുവരെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, മുങ്ങി മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. തൻ്റെ അനുഭവങ്ങൾക്ക് ഉപരിയായി, തൻ്റെ കണക്കുകൂട്ടലുകൾക്ക്, തൻ്റെ അറിവുകൾക്ക് ഒക്കെ അപ്പുറമുള്ള ഒരു കാര്യത്തിൻ്റെ വെളിപാട് കിട്ടിയപ്പോൾ നോഹ അത് വിശ്വസിച്ചു. God smiles when we believe him completely. പൂർണ്ണമായും വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും കർത്താവിന് പ്രീതികരമാകണമെങ്കിൽ ഇതുപോലെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന്, വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, നിന്നിൽ നിന്ന് പിറക്കാനിരിക്കുന്നവൻ അത്യുന്നതനെന്ന്, ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അതുവരെ അറിയാത്ത കാര്യങ്ങൾ, പക്ഷേ പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. അതുകൊണ്ട് എലിസബത്ത് അമ്മയോട് പറഞ്ഞു, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ഗോഡ് സ്മൈൽസ് വെൻ വി ബിലീവ് ഹിം കംപ്ലീറ്റ്ലി. ദൈവം പറഞ്ഞ നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്നുമല്ല. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും കഷ്ടവും ക്ലേശവും ഉണ്ടാകുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കണം. നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും നന്മയുണ്ടാകുമെന്ന്, അനുഗ്രഹമുണ്ടാകുമെന്ന്, ജീവനുണ്ടാകുമെന്ന്, സമാധാനം ഉണ്ടാകുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കണം. കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ബാക്കിയെല്ലാം നൽകപ്പെടുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കണം. നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. കർത്താവ് നിൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊള്ളും എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നറിയാതെ ഒരു മുടിയിഴ പോലും നഷ്ടപ്പെടുകയില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കണം. ഗോഡ് സ്മൈൽസ് when you believe him completely. മൂന്നാമതായി, നോഹ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, പെട്ടകമുണ്ടാക്കണം. നോഹ പെട്ടകമുണ്ടാക്കി. നോഹയോട് ദൈവം പറഞ്ഞുകൊടുത്ത കൃത്യമായ നീളത്തിലും വീതിയിലും
ഉയരത്തിലും ദൈവം പറഞ്ഞു കൊടുത്ത അതേ അളവുകൾ ഉണ്ട്, അതേ മരം ഉപയോഗിച്ച് ദൈവം പറഞ്ഞു കൊടുത്ത മാതൃകയിൽ നോഹ പെട്ടകമുണ്ടാക്കി. നോഹയോട് ദൈവം പറഞ്ഞു, എല്ലാ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഇണകളെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ ആളുകളെ, അവൻ്റെ കുടുംബാംഗങ്ങളെ അവൻ പെട്ടകത്തിലാക്കി. അങ്ങനെ ദൈവം നോഹയോട് പറഞ്ഞ ഓരോ കാര്യവും പൂർണ്ണമായും നോഹ അനുസരിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നോഹ അനുസരിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ. അതുകൊണ്ടാണ് പറയുന്നത്, ഗോഡ് സ്മൈൽസ് വെൻ വി ഒബേ ഹിം ഓൾ ഹാർട്ടഡ്ലി. പകുതി മനസ്സോടുകൂടെയല്ല, സന്തോഷത്തോടുകൂടെ, മുഴുവൻ ഹൃദയത്തോടുകൂടെ, വൈകാരികമായ എല്ലാ ശക്തികളോടും കൂടെ, എല്ലാ ബലത്തോടും കൂടെ നോഹ ദൈവത്തെ അനുസരിച്ചു. ഒന്നും മാറ്റിവെച്ചില്ല. ഇഷ്ടമുള്ളത് ചെയ്യുകയും ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നില്ല. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും A to Z ആയിട്ടുള്ള കാര്യങ്ങൾ നോഹ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അസൂയപ്പെടരുത് എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അസൂയപ്പെടരുത് എന്ന് തന്നെയാണ് അർത്ഥം. അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അനുസരിക്കണം. ചില കാര്യങ്ങൾ ക്ഷമിക്കരുത് എന്ന് പറഞ്ഞ വചനം വിട്ടുകളഞ്ഞുകൊണ്ട് വേറെ കുറച്ച് ഇഷ്ടമുള്ള വചനങ്ങൾ പാലിക്കാമെന്ന് കരുതരുത്. ദൈവം പ്രസാദിക്കുന്നത് തൻ്റെ വചനങ്ങൾ മുഴുവൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഒന്നും വിട്ടുകളയാതെ അനുസരിക്കുന്നവരിലാണ്. ആവർത്തിക്കട്ടെ, ഗോഡ് സ്മൈൽസ് വെൻ വി ഒബേ ഹിം ഓൾ ഹാർട്ടഡ്ലി. നാലാമതായി, നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവം സന്തോഷിക്കുന്നു. നോഹ പെട്ടകത്തിലായിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു. മഴ ശമിച്ചു, വെള്ളമിറങ്ങി. അപ്പോൾ നോഹ പെട്ടകത്തിന് പുറത്തേക്കിറങ്ങി. പ്രിയപ്പെട്ടവരെ, പെട്ടകത്തിന് പുറത്തേക്കിറങ്ങിയ നോഹ ആദ്യം ചെയ്യുന്നത് എന്താണ്? നോഹ ദൈവത്തിനു വേണ്ടി ഒരു ബലിപീഠമുണ്ടാക്കുന്നു. ആ ബലിപീഠത്തിൽ വിശുദ്ധമായ വസ്തുക്കളെ, മൃഗങ്ങളെ ബലി കഴിച്ചുകൊണ്ട് നോഹ ദൈവത്തെ ആരാധിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ഗോഡ് സ്മൈൽസ് വെൻ വി പ്രൈസ് ആൻഡ് താങ്ക് ഹിം കണ്ടിന്യൂവലി. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും വിജയമുണ്ടാകുമ്പോൾ കർത്താവിനെ മറക്കുന്ന ആളുകളുണ്ട്. എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ, നിയമാവർത്തന പുസ്തകത്തിലെ മനുഷ്യനെതിരെയുള്ള ഒരു ആരോപണം ഇതാണ്: എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ അവർ തികഞ്ഞ ആഹ്ലാദത്തോടുകൂടെ അവിടുത്തെ ഓർക്കുകയോ അവിടത്തേക്ക് നന്ദി പറയുകയോ അവിടുത്തെ ആരാധിക്കുകയോ ചെയ്തില്ല എന്ന്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുമ്പോൾ, വളർച്ചയുണ്ടാകുമ്പോൾ, നിനക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ, ഭൗതികമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ആരെയാണ് ആദ്യം ഓർക്കുന്നത്? നീ എങ്ങോട്ടാണ് ആദ്യം ഓടുന്നത്? ആരുടെ അടുത്ത് ചെന്ന് നന്ദി പറയാനാണ് നീ വ്യഗ്രത കാണിക്കുന്നത്? എന്ത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ പരക്കം പായുന്നത്? പലരും വിജയങ്ങൾ കിട്ടി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നല്ല ഭവനമായി, ജോലിയായി, കുടുംബമായി, ഐശ്വര്യമായി പ്രാർത്ഥിക്കുവാൻ മടിയായി കർത്താവിനെ മറന്നു കളയുന്നവരുണ്ട്. ഇത് വചനം പറയുകയാണ്, നിന്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതമാകണമെങ്കിൽ
നിൻ്റെ ജീവിതത്തിൽ നിരന്തരമായ ദൈവാരാധനയുണ്ടാകണം. ഗോഡ് സ്മൈൽസ് വെൻ വി പ്രൈസ് ആൻഡ് താങ്ക് ഹിം കണ്ടിന്യൂവലി. നോഹ ദൈവത്തെ ആരാധിച്ചു. ഹെബ്രായർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും കർത്താവിന് നന്ദി പറയുക എന്നുള്ളത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വാക്കാണ് അധരഫലമെന്ന് പറയുന്നത്. അധരഫലങ്ങൾ അർപ്പിക്കാം. സങ്കീർത്തനം 69-ാം സങ്കീർത്തനം 30-31 തിരുവചനങ്ങൾ, ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും, കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റനേക്കാളും പ്രസാദകരമായിരിക്കും. ദൈവത്തിന് പ്രസാദകരമായത് നമ്മൾ അവിടുത്തെ നാമത്തെ പാടി സ്തുതിക്കുന്നതാണ്. 5-ാമതായി, നോഹയുടെ ജീവിതത്തിൽ ദൈവം സന്തോഷിക്കാനുള്ളൊരു കാര്യം, നോഹ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചു എന്നതാണ്. പെട്ടകത്തിന് പുറത്തു വന്ന നോഹ, ദൈവാരാധന കഴിഞ്ഞ് നോഹ പിന്നെ കൃഷി നടത്തുകയാണ്. അവൻ്റെ എല്ലാ പരിശ്രമങ്ങളും, ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-3 തിരുവചനങ്ങൾ, നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നിൻ്റെ എല്ലാ കഴിവുകളും നീ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവിൻ. നീ ഒരു ശാസ്ത്രജ്ഞനാകാം, നീ ഒരു അധ്യാപകനാകാം, നീ ഒരു ഡോക്ടറാകാം, നീ ഒരു ടെക്നീഷ്യനാകാം, നീ ആരുമായിക്കൊള്ളട്ടെ, നിനക്ക് ഇപ്പോൾ ദൈവം തന്നിട്ടുള്ള കഴിവുകളെല്ലാം അവിടുന്ന് നിന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ നീ ഉപയോഗിക്കുമ്പോൾ നിൻ്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതമായി മാറും. കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങേയ്ക്ക് ആനന്ദിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. ഞങ്ങളെല്ലാറ്റിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുന്നവരായി തീരാൻ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ വിശ്വസിക്കുന്നവരും അങ്ങയെ അനുസരിക്കുന്നവരുമായി തീരുവാൻ കൃപ നൽകണമേ. നിരന്തരം അങ്ങയെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഞങ്ങളുടെ കഴിവുകൾ മുഴുവൻ അങ്ങേയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുമായി ജീവിക്കുവാൻ കൃപ തരയണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.